ഹായ്, വെൽക്കം ടു ബിഗ് പ്രജ. ഈ ചക്കക്കാലത്തിലെ ചക്ക സീരീസിലെ ആദ്യത്തെ വിഭവമാണ് നമ്മൾ കാണിക്കുന്നത്. കുറച്ച് നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ചക്ക വിഭവങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ പഴുത്ത ചക്കയുണ്ട്, പച്ചച്ചക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ദോശയാണ്. അത് നമ്മൾക്ക് ഈവനിങ്ങിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നൈറ്റിൽ ഡിന്നറിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം. കുറച്ച് പഴുത്ത ചക്കച്ചോളം കുരു കളഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 3/4 കപ്പ് അരിമാവ്, തേങ്ങ, ഇത്രയും സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചക്ക ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നാൽ നമുക്ക് ആ ജാറിലേക്ക് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങ, 1 ടീസ്പൂണോളം തേങ്ങ അതിലേക്ക് അരക്കുന്നതിൽ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പും, വളരെ കുറഞ്ഞ ഉപ്പേ വേണ്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ കേട്ടോ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ദോശ മാവിൻ്റെ ലൂസിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊരു ദോശക്കല്ല് വെക്കാം. അത് ചൂടായി വരുമ്പോൾ നെയ്യ് തേച്ച് കൊടുക്കാണ് നല്ലത്. ഈ ദോശയ്ക്ക് ഓയിലിനേക്കാളും നല്ലത് നെയ്യാണ് ചേരുന്നത്. അതിനുശേഷം നമ്മൾ ദോശ ഒഴിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കത് ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക അരച്ചതല്ല, അതുകൊണ്ട് തന്നെ അടി പെട്ടെന്ന് മൂത്ത് പോകും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ ഒരു ദോശ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ദോശ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഒഴിക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ചുട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ 3-4 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേൻ ഒഴിച്ച് കൊടുക്കാം. തേനാണ് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി തേനില്ലാതെ ആ ചക്കയുടെ ഒരു മധുരത്തിൽ നമുക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുകയും ചെയ്യാം. തേൻ ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് റോൾ ചെയ്തെടുത്ത് വരാം. നമ്മളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കഴിക്കാം. കട്ടൻ ചായയുടെ കൂടെയോ പാൽ ചായയുടെ കൂടെയോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ ഈ ചക്ക സീസണിൽ ഞങ്ങൾക്കൊക്കെ ഈ സമയത്തപ്പോൾ ചക്ക നന്നായിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാവുന്നവരേക്കും അസ്സലാമ.